അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ എന്ന നോവലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നോവൽ 3 പാർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് 1980 പ്രസൻ്റ് ആയിട്ടുള്ളത്, അതായത് നോവൽ പബ്ലിഷ് ചെയ്ത ടൈം 1947 ഒരു പാർട്ടും 1940 മുമ്പുള്ള വേറൊരു പാർട്ടും. ഡൽഹിയാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ്. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഫാമിലിയുടെ പ്രോബ്ലംസാണ് ഈ നോവലിലൂടെ നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഈ നോവൽ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് കൂടി കാണാം, അതായത് നോവലിസ്റ്റിൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു പാർട്ട്. സമ്മറിയിലേക്ക് പോകുന്ന മുമ്പേ നമുക്ക് ക്യാരക്ടർ ലിസ്റ്റിലേക്ക് നോക്കാം. 3 ഫാമിലീസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ദാസ് ഫാമിലി, ഹൈദരാലി ഫാമിലി, പിന്നെ മിശ്ര ഫാമിലി. മെയിനായിട്ട് ദാസ് ഫാമിലിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ബിമല ഈ നോവലിലെ മെയിൻ ക്യാരക്ടറാണ്. അൺമാരീഡ് ലേഡിയാണ്, ഹിസ്റ്ററി ടീച്ചറാണ്, ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ്. രാജ വിമലയുടെ ബ്രദറാണ്. രാജ ഒരു ഉറുദു പോയമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ താര വിമലയുടെ രാജയുടെ സിസ്റ്ററാണ്, അതായത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഗേളാണ്. മാരീഡായി ഫാമിലിയായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ബാബ ഇവരുടെയൊക്കെ യങ്ങസ്റ്റ് ബ്രദറാണ്. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്, മെൻ്റലി കുറച്ച് പ്രോബ്ലംസൊക്കെയുള്ള ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് ബാബ. ഈ 4 സിബ്ലിങ്സാണ് ഈ ഫാമിലിയിലുള്ളത്. ഇവരുടെ പാരൻസ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ദാസ് അത്ര കെയറിങ് പാരൻസ് ഒന്നും ആയിരുന്നില്ല. ക്ലബ്ബ്, പാർട്ടി, കാർഡ്സൊക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവരുടേത്. പിന്നെ ഇവരെ കൂടാതെ വേറൊരാൾ അവിടെയുണ്ട്, മീര മോസി, അതായത് ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയുള്ള ഒരു ആണ്ടാണ്. ഇവർ മിസ്സിസ് ദാസിൻ്റെ ഒരു ഫാമിലി റിലേഷനാണ്. ഏർലി ഏജിൽ തന്നെ വിഡോവായ ഒരു സ്ത്രീയാണ്. പിന്നെ വേറൊരു കഥാപാത്രം താരയുടെ ഹസ്ബൻഡായ ബഗുലാണ്. ബഗുൽ ഒരു IFS ഓഫീസറാണ്. അടുത്ത കഥാപാത്രം ഡോക്ടർ വിശ്വാസ്, ഫാമിലി ഡോക്ടറാണ്. വിമലയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ വിമല താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇവരൊക്കെയാണ് ദാസ് ഫാമിലിയുടെ മെയിൻ ക്യാരക്ടേഴ്സ്. അടുത്തത് ഹൈദരാലിയുടെ ഫാമിലിയാണ്. ഹൈദരാലി ഒരു ലാൻഡ് ലോർഡാണ്, അതായത് വെള്ളക്കുതിരയുടെ പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ഉറുദു പോയമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവരെ വാടക വീട്ടിലാണ് ദാസ് ഫാമിലി താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ബേനസീർ. ഈ ബേനസീറുമായിട്ടാണ് ദാസ് ഫാമിലിയുടെ രാജ പ്രണയത്തിലായത്. പിന്നീട് അവർ വിവാഹിതരാവുകയും ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി 3rd ഫാമിലി മിശ്ര ഫാമിലിയാണ്. മിസ്റ്റർ മിശ്ര ബർമയിലൊക്കെ വർക്ക് ചെയ്ത് വലിയ റിച്ചായിട്ട് തിരിച്ചു വന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ വളരെ ലേസിയാണ്. അവിടെ മക്കളെ കൊണ്ട് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ട് ഫാമിലി തകർന്നു പോയതാണ്. ഇദ്ദേഹത്തിൻ്റെ ബഗുൽ എന്ന പറഞ്ഞ മകൻ ഒരു മ്യൂസിക് ലവറാണ്, എന്നാൽ ബാക്കിയുള്ളവർ ഇദ്ദേഹത്തെ എപ്പോഴും കളിയാക്കും. പിന്നെ മിശ്ര ഫാമിലിയിൽ 2 സിസ്റ്റേഴ്സാണ്, ജയ ആൻഡ് സരള. ഇവരെ ഹസ്ബൻഡ്സ് ഉപേക്ഷിച്ച് പോയതാണ്. അതുപോലെ ബ്രദേഴ്സൊക്കെ വൈഫായിട്ട് സെപ്പറേറ്റഡ് ആണ്. ഇത്രയാണ് ക്യാരക്ടർ സ്കെച്ച്. ഇനി നോവലിലേക്ക് കടക്കാം. നമ്മൾ മുൻപേ പറഞ്ഞു ഈ നോവൽ 4 പാർട്ടായിട്ടാണ് ഉള്ളത്. 1980കളിൽ നടക്കുന്ന ഫസ്റ്റ് പാർട്ട്, 1940 മുതൽ 47 വരെയുള്ള സെക്കൻഡ് പാർട്ട്, ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ചെറുപ്പകാലം പറയുന്ന 1940 മുൻപുള്ള ഒരു പാർട്ടും, പിന്നീട് പ്രസൻറ്റിലേക്ക് കടന്നു വരുന്ന വേറൊരു പാർട്ടും. ഒരു നെറേറ്റീവ് ടെക്നിക്കാണ് ഈ നോവലിലുള്ളത്. ഈ നോവലിൻ്റെ ആദ്യ പാർട്ടിൽ ദാസ് ഫാമിലിയിലെ ബാബയും വിമലയും അവരുടെ ഡൽഹിയിലെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവരുടെ സിസ്റ്ററായ താരാദാസും ഹസ്ബൻഡ് ബഗുലും US നിന്ന് വരികയാണ്. ബ്രദറായ രാജയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് ഇവർ US നിന്ന് എത്തുന്നത്. രാജ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഹൈദരാലിയുടെ മകളായ ബേനസീറിനെ കല്യാണം കഴിച്ച് ഹൈദരാബാദിൽ സെറ്റിൽഡാണ്. ഈ കല്യാണത്തിന് വരുന്ന സമയം ഇവർ ഡൽഹിയിലെ ഇവരുടെ പഴയ വീട്ടിൽ കണ്ടുമുട്ടുകയാണ്. അവരുടെ തിരിച്ചു വരവിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ. താരയും ബിമ്മും കൂടി അവരുടെ ബ്രദറായ രാജയെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിമ്മ് രാജയുമായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല ഉള്ളത്. വിമലയുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് രാജ ഒരു പോയറ്റായില്ല എന്നുള്ളതാണ്. രാജ ഹൈദരാലിയുടെ മകളെ കല്യാണം കഴിച്ച് സമ്പത്തിൻ്റെ പിറകെ പോയി എന്ന് വിമല എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തു. അതുകൊണ്ട് വിമല അത്ര ഹാപ്പി ആയിരുന്നില്ല. പിന്നീട് രാജ ഇവർക്ക് അയച്ച ഒരു കത്ത് താരയ്ക്ക് കാണിക്കുന്നുണ്ട്. ഡൽഹിയിലെ ഇവരുടെ വീടിൻ്റെ വാടകയെക്കുറിച്ചുള്ള കത്താണ്. മുൻപ് ഹൈദരാലി ആയിരുന്നു ഹൗസ് ഓണർ എങ്കിൽ ഇപ്പോൾ ഹൈദരാലിയുടെ മരണത്തിന് ശേഷം രാജയാണ് വാടക കാര്യമൊക്കെ നോക്കുന്നത്. അപ്പോൾ രാജ വിമലയ്ക്ക് ഇതുവരെ വാടക കൂട്ടാത്തതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിലൊക്കെ ബിമ്മ് വളരെ ആംഗ്രിയാണ്. അതുകൊണ്ട് അവൾ വെഡ്ഡിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് താരയോട് പറയുന്നത്. ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ ദാസ് ഫാമിലിയെ കുട്ടികളുടെ അഡോളസൻ്റ് ഏജാണ് കാണിക്കുന്നത്.
അതായത് ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു ഡിവിഷൻ വയലേഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. ചെറുപ്പകാലത്ത് രാജയും ബിമ്മും നല്ല ക്ലോസ് ആയിരുന്നു. രാജയ്ക്ക് ഉറുദുവിലുള്ള സ്കില്ലൊക്കെ കണ്ടിട്ട് ബിമ്മു ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ ലാൻഡ് ലോർഡായ ഹൈദരാലിയും ഇവരുടെ സ്കില്ല് കണ്ടിട്ട് അവരുടെ വീട്ടിലെ പേഴ്സണൽ ലൈബ്രറിയിലേക്ക് എൻട്രൻസ് കൊടുക്കുന്നുണ്ട് രാജയ്ക്ക്. രാജയ്ക്ക് ജാമിയ മില്ലയിൽ പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ ദാസ് അച്ഛന് ഇതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു മുസ്ലിം കോളേജിൽ ഹിന്ദു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുക എന്നത് അന്നത്തെ കാലത്ത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ കാണുന്നത് മിസ്സിസ് ദാസിൻ്റെ ഡെത്തിനെ പറ്റി സംസാരിക്കുന്നത്. അതായത് രോഗം ബാധിച്ച് അവർ പെട്ടെന്ന് മരിക്കുമായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഹസ്ബൻഡായ മിസ്റ്റർ ദാസും ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. പക്ഷേ മീര മോസിയുടെ സംരക്ഷണത്തിൽ ഇവരുടെ മരണം കുട്ടികളെ അത്ര ബാധിക്കുന്നില്ല. മീര മോസി സ്ട്രെസ്സ് കാരണം പിന്നീട് ആൽക്കഹോളിക് അഡിക്റ്റ് ആവുന്നുണ്ട്. ഈ ടൈം രാജയ്ക്ക് ട്യൂബർകുലോസിസും വരുന്നുണ്ട്. രാജയെ പരിചരിക്കാനായിട്ട് ഡോക്ടർ ബിശ്വാസ് ഈ ഒരു പാർട്ടിലാണ് കടന്നു വരുന്നത്. ഡോക്ടർ ബിശ്വാസുമായിട്ട് ബിമലയ്ക്ക് അടുപ്പം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബിമല ഇൻഡിപെൻഡൻ്റായി അൺമാരീഡായി നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. ഡോക്ടർ ബിശ്വാസിൻ്റെ പ്രൊപ്പോസൽ ബിമല ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതേ സമയം താര തൻ്റെ നെയ്ബറായ മിശ്ര ഫാമിലിയിലെ സിസ്റ്ററായ ജയ ആൻഡ് സർലയുടെ കൂടെയാണ് ചിലവഴിച്ചത്. പിന്നീട് ഈ പാർട്ടിൽ പറയുന്നത് മീര മോസിയുടെ ഡെത്താണ്. ഈ സമയം രാജ ട്യൂബർകുലോസിൽ നിന്ന് റിക്കവർ ആവുന്നുണ്ട്. പിന്നീട് ഹൈദരാലിയുടെ കൂടെ ജോയിൻ ചെയ്ത് ഡൽഹി വിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ബിമ്മും ബാബയും ഡൽഹിയിലെ വീട്ടിൽ തനിച്ചാവുന്നതാണ്. ബാബ സുഖമില്ലാത്ത കുട്ടിയാണ്. ഇപ്പോൾ ബിമ്മു ബാബയെ നോക്കി ആ വീട്ടിൽ തനിച്ച് നിൽക്കുന്നതാണ്. കാരണം രാജ ഹൈദരാലിയുടെ കൂടെ അവരുടെ മകളെ കല്യാണം കഴിച്ച് ഹൈദരാബാദിലേക്ക് സെറ്റിൽ ആവുന്നുണ്ട്. താരയാണെങ്കിൽ ബഗുലിനെ കല്യാണം കഴിച്ച് US പോകുന്നുണ്ട്. അപ്പം അവിടെ ബിമ്മും ബാബയും തനിച്ചാവുന്നു. നോവലിൻ്റെ 3-ാം ഭാഗത്ത് കുട്ടികളുടെയൊക്കെ ചെറുപ്പകാലമാണ്. അതായത് 1940-കൾക്ക് മുമ്പിലുള്ള കാലഘട്ടം. ഈ ഒരു ടൈമാണ് ഓട്ടിസം ബാധിച്ച ബാബയെ നോക്കാനായി മിസ്സിസ് ദാസിൻ്റെ ബന്ധുവായ മീര മോസി വരുന്നത്. പിന്നീട് ഇവരുടെയൊക്കെ സ്കൂൾ കാലഘട്ടമൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമൊക്കെ രാജയും ബിമ്മും വളരെ ക്ലോസ് റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ ഇവരുടെ സിസ്റ്ററായ താര എപ്പോഴും മിശ്ര സിസ്റ്റേഴ്സിൻ്റെ കൂടെയായിരുന്നു. പാർട്ട് 4-ൽ വീണ്ടും പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ താരയും ബഗുലും കല്യാണത്തിന് പോകാനായി റെഡിയാവുകയാണ്. ഈ സമയം ബിമല സ്വയം മനസ്സിലാക്കുകയാണ്. ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അവളുടെ മനസ്സിൽ കടന്നു വരുന്നു. അവളുടെ പ്രധാന ദേഷ്യം താരയും രാജയും മെൻ്റലി ഇല്ലായ ബാബയെയും അവളെ തനിച്ചാക്കി പോയി എന്നുള്ളതാണ്. പിന്നീട് അവൾ താര കല്യാണത്തിന് പോകുമ്പോൾ രാജയെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണമെന്ന് താരയോട് അപേക്ഷിക്കുന്നു. അതായത് അവൾ രാജയോട് ഫൊഗീവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൾ സ്വയം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് അവൾ മനസ്സിലാക്കുന്നതോടെ ഈ നോവൽ ഇവിടെ അവസാനിക്കുന്നു.